കാസർഗോഡ് കേരളത്തിൻ്റെ ഏറ്റവും അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്, പറയേണ്ട കാര്യമില്ല. കാസർഗോഡ് വൈവിധ്യങ്ങളുടെ നാടാണ്, സപ്തഭാഷ സംഗമ ഭൂമിയാണ്, നല്ല രുചിയുടെയും നല്ല മനുഷ്യരുടെയും ഒക്കെ നാടാണ്. ഞാനുള്ളത് കാസർഗോഡ് ചെറുവത്തൂരാണ്. ചെറുവത്തൂർ എന്നോടൊപ്പം ഉള്ളത് പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മുടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഉണ്ണി. സന്തോഷം. ഈ നമ്മളിത്തവണ ഈ കാസർഗോഡ് ഓണം ചെയ്യുന്ന സാറിന് നമ്മൾ ഓണപരിപാടികളുമായിട്ട് അങ്ങനെ കാസർഗോഡേക്ക് വരാറില്ല. കാസർഗോഡ് വരുമ്പോൾ തന്നെ ഈ കാസർഗോഡത്തെ കലാകാരന്മാരെല്ലാം പിന്നെ നിങ്ങൾ കുറേ പേരുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഉണ്ണിയെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ മിനിസ്ക്രീൻ കൊണ്ട്, പ്രത്യേകിച്ച് സിനിമയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളെങ്കിലും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണി. അപ്പോൾ ആ ഒരു ഇഷ്ടം, അപ്പോൾ ഉണ്ണിയെ കൂടുതലായി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് വന്നത്. ഒന്നാമത് എനിക്ക് ചോദിക്കാനുള്ള ഈ അമ്പലത്തെ കുറിച്ചാണ്. അതിഗംഭീരമായ ഒരു അമ്പലമാണ്. സത്യം. ഏതാണ് ഈ അമ്പലം? ഇത് ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രമാണ്. വീരഭദ്രൻ്റെ പ്രധാന പ്രതിഷ്ഠയിലെ കേരളത്തിലെ അപൂർവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലയെന്നാണ് പലരും പറയുന്നത്. അതായത് മൂകാംബയിൽ പുറത്ത് ഒരു സൈഡിൽ വീരഭദ്ര ക്ഷേത്രമുണ്ട്, ഒരു ചെറിയ ഭാഗം. ഇത് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വീരഭദ്രൻ. വീരഭദ്രൻ എന്ന് പറഞ്ഞാൽ രൗദ്രം തന്നെയാണ്. അപ്പോൾ ഈ വീരഭദ്ര ക്ഷേത്രത്തിൽ ഞാൻ എന്നും നാട്ടിലുണ്ടാകുമ്പോൾ രാവിലെ കുളിച്ച് ഇവിടെ ഒന്ന് തൊഴുതിട്ട് പോയിട്ട് ഞാൻ ചായ ഒക്കെ കുടിക്കൂല. അത് ഏതോ ഒരു കാലത്ത് തുടങ്ങി വെച്ചത് അമ്മ അങ്ങനെ കാലങ്ങളായിട്ട് അങ്ങനെ വരുന്ന നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വരുന്നൊരു അമ്പലമാണ്. പൂരോത്സവം അതിഗംഭീരമാണ്. 32 വിളക്കും 2 ആറാട്ടും നടക്കുന്ന, കേരളത്തിൽ വേറെ ഉണ്ടോ നടക്കുന്നത്, 32 ദിവസം ആറാട്ട് നടക്കുന്ന അമ്പലമാണിത്. 32 ദിവസം എഴുന്നള്ളത്ത് നടക്കും. പിന്നെ 2 ഒരു പൂരം, ഒരു ആറാട്ട് എന്നിരുന്ന് വലിയ ദൂരം അവരിരുന്ന് തിടമ്പഴി നടത്തലായിട്ട് പോകുന്ന ചരിത്രമാണ്. ഇതിൽ എത്രയോ കാലം നൂറ്റാണ്ടുകൾക്ക് മുകളിലെ അമ്പലമാണ്. ഈ അമ്പലത്തിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ കഴിഞ്ഞ ഭാഗ്യമാണ്. കാരണം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സന്തോഷമാണ്, എനർജിയാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അമ്പലം. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗം എന്നുള്ളത് കലയാണ്. എത്രയോ വർഷമായിട്ട് ഈ അഭിനയം അതിൻ്റെ പുറകെ ഞാനിങ്ങനെ ഭയങ്കര ആർത്തിയോടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. ഉണ്ണിയുടെ ഒരു എന്താണ് ഈ ഓണക്കാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ ക്ലബ്ബ്, അതിൻ്റെ ആഘോഷം, നാടകം, പിന്നെ സിനിമ കാണാൻ പോക്ക്, ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഓണം. ആ ഒരു ഓണം അത് ആ കാലത്തിൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ എല്ലാം ഓണം കൂടിയാണ്. പക്ഷെ എന്നാലും ഓണമായെന്ന് ഒരു നല്ല സദ്യ ഉണ്ടാവും. പണ്ട് നമുക്ക് കിട്ടിയ സദ്യ വിഷു, ഓണം, പിന്നെ ആരെങ്കിലും കല്യാണത്തിന് വിളിക്കലുമില്ല. അന്നേരം വളരെ കല്യാണത്തിന് വിളിക്കാറുണ്ട് ആഗ്രഹിക്കുന്ന കാലത്ത് നല്ല സദ്യ കഴിക്കാമല്ലോ. വീട്ടിൽ ഒരു കൂട്ടാൻ ഉണ്ടെങ്കിലായി. അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോൾ ചോറ് തന്നെ അന്ന് കൃഷിപ്പണിയാണ്, മൊത്തം കൃഷിയാണല്ലോ, വേറെ ഒന്നുമില്ല, ഒരു പണിയില്ല. അപ്പോൾ അച്ഛനും അമ്മയും അങ്ങനെ കൃഷിപ്പണി എപ്പോഴും കിട്ടൂല. വറുതിയുടെ കാലം, കർക്കിടക മാസം. അപ്പോൾ അങ്ങനെല്ലാം ഉണ്ടാകുന്നൊരു സമയത്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നല്ല ഭക്ഷണവും ഇല്ലാത്തൊരു കാലം. അതുപോലെ ഓണം വരുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. കാരണം ചിങ്ങമാസമാണ്, കതിരുകൾ, അതുപോലെ നെല്ല് അങ്ങനെ വരും വീട്ടിലേക്ക്. അമ്മ കൊണ്ടുവന്ന് കുത്തി ഉണക്കി അതിനെ മില്ലിൽ കൊണ്ടുപോയിട്ട് അരിയാക്കിയിട്ടൊക്കെ. അപ്പം നമ്മൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാലമാണ്. പ്രകൃതി പോലും നമ്മളോടൊപ്പം ചിങ്ങമാസത്തിൽ. പഴയ കാലം എന്ന് വെച്ചാൽ നമുക്ക് അന്ന് ഒരു 10ാം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ സിനിമക്ക് പോലെ വലിയ കാര്യമാണ്. മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ എന്നാണ് നമ്മൾ അന്നത്തെ ആരാധകർ. നമ്മൾ ഭയങ്കര ആരാധകരായിട്ട് നമ്മൾ ടീമാണ്, രണ്ടാളും. അപ്പോൾ കാഞ്ഞങ്ങാട് വിനായക, കാഞ്ഞങ്ങാട് കൈലാസ്, അവർ ദീപ്തി, 3 തിയേറ്റർ നമുക്ക്. അപ്പോൾ ആടെ പോയിട്ട് കയ്യൂക്കുള്ള കാര്യമൊക്കെ മറ്റേ ഓൺലൈനൊന്നും തികരുന്നല്ലോ, അതിൻ്റെ കെട്ടി പോയിട്ട് ഫ്രണ്ടിലേക്കല്ല പൈസ ഉണ്ടാവില്ല. ഇരുന്നിട്ട് സിനിമ കണ്ട് കൈ അടിച്ച് ആഹ്ലാദത്തോടെ വന്ന നമ്മുടെ ഓണം കഴിഞ്ഞു. പിന്നെ ഉച്ചക്ക് വന്നിട്ട് സദ്യ കഴിഞ്ഞു. നമുക്കിവിടെ ഉത്രാടം, തിരുവോണമാണ് പ്രധാനം. 10 ദിവസം ഓണാഘോഷ പരിപാടി ഒന്നും നമുക്ക് വീട്ടിലൊന്നുമില്ല. പക്ഷെ ക്ലബ്ബ് പരിപാടികൾ അന്നേ ഉണ്ട്. നമുക്കൊരു പക്ഷേ അന്ന് എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ചില സ്കിറ്റെല്ലാം അവതരിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ആ ഒരു ദിവസം നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ഓണക്കാലം. പിന്നെ പഠിക്കുന്ന സമയത്ത് വെക്കേഷനും കൂടിയാണല്ലോ 10 ദിവസം. അപ്പം ഈ മഴക്കാലം കൂടിയാണ്. മഴേൻ്റെ കുറച്ച് ചളി കണ്ടതും ആടെ കളിച്ച് തിമിർത്ത് ആടി പാടി പിറ്റേ ദിവസം സ്കൂൾ തുറക്കുന്ന ഒരു തിങ്കളാഴ്ച ഉണ്ടാവും. ഞായറാഴ്ച സങ്കടം, എനിക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നല്ല മധുരമുള്ള ഒരു ഓണക്കാലം, സൗഹൃദങ്ങളും സ്നേഹങ്ങളും ബന്ധങ്ങളിലും ഓണക്കാലമാണ്. എനക്കൊന്ന് മാവരി ഉണ്ടോ ഇല്ലയോ, അതിന് ചരിത്രമോ അതിന് മിഥ്യോ അതിനുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ അന്ന് ഉണ്ടാക്കി വെച്ചൊരു സംഭവം എല്ലാവരും ഒരുപോലെ. ജാതി മതം ഉണ്ടോ? അതൊന്നുമില്ല, അല്ലേ? ആണ്.
അപ്പം ഞാൻ ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ അന്ന് രാവിലെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോയി നമ്മൾ തിരക്കി ടിക്കറ്റ് എടുത്ത് കാണുന്ന സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ട് വന്നേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ഒരു എന്നാണ് പറയേണ്ടത്. ലാലേട്ടൻ സത്യം ഞാൻ പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് തോറ്റുപോയി, ബാക്കിയെല്ലാം ജയിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ എന്നാണ് ഇന്ദ്രജാലം ഇറങ്ങുന്നത്. അയ്യോ. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് ചോദിച്ചു, അപ്പോൾ എപ്പോഴും റിലീസ് പടം കാണുക എന്ന് പറഞ്ഞ ഇന്ദ്രജാലം കാണണോ ഇംഗ്ലീഷിൻ്റെ പേപ്പർ എഴുതും? നമ്മൾ ഇന്ദ്രജാലത്തിന് പോകും. ഇന്ദ്രജാലത്തിലല്ലേ പോകേണ്ടത്. അങ്ങനെ ഇന്ദ്രജാലത്തിൽ പോയ മനുഷ്യരുടെ ധാരാളം വെളിച്ചത്ത് പറയാൻ പറ്റുമോ? ഒരിക്കൽ എഴുതിയിട്ട് കിട്ടിയിട്ട രണ്ടാമത് എഴുതുമ്പോൾ അങ്ങനെ നേരെ പോയി ഇന്ദ്രജാലം കണ്ടുവന്ന ആളാ. അപ്പം അങ്ങനെ ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ തവണ മുമ്പ് കണ്ടിരുന്നു, കായംകുളം കൊച്ചുണ്ണി ഇങ്ങനെ വന്ന് അത് ഞാൻ ചെറിയൊരു വേഷം തുടക്കം, തൊണ്ടിമുതൽ സാക്ഷിയെല്ലാം കഴിഞ്ഞ് വന്ന തുടക്കം. അപ്പോൾ ആടെ ഉണ്ടായിരുന്നു, കണ്ടു, ഭയങ്കര സന്തോഷത്തോടെ കണ്ടു. പിന്നെ ഒരിക്കൽ സംസാരിക്കണം ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ മനുഷ്യർക്ക്. അങ്ങനെ പെട്ടെന്ന് തഴൽമൂർത്തി സാർ നമ്മുടെ അഗ്രേഷൻ, അതെ അഗ്രേഷനാണ് പണ്ട് മറ്റേ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ തുടക്കം സിനിമേൻ്റെ ഭാഗത്ത് അങ്ങനെ വേഷം കിട്ടിയത്. ഒരു ചെറിയ വേഷം കൊണ്ടുവന്നു, ചെറുത് പോരെ. ലാലേട്ടനാണ് അഭിനയിക്കുന്ന നമ്മൾ ഈ ഒരു പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതിമനോഹരം സിനിമ. വിളിച്ച് പോയി. അപ്പോൾ ലാലേട്ടൻ അടയുണ്ട് കണ്ടു, ദൂരത്ത് സന്തോഷമായി. അപ്പോൾ അതിൻ്റെ അടിയിൽ ഉച്ചയ്ക്ക് ശേഷം എന്നെ പോകുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഓടിപ്പോയിട്ട് ആടെ ഒരു ഫോട്ടോ എടുത്തു. അപ്പം ഈ പ്രൊഡക്ഷൻ കണ്ടോട് ആ ഫോട്ടോ വേണമെന്നത്, അല്ല അത് തരാൻ പറ്റില്ല, ആ കോസ്റ്റ്യൂം സിനിമയിലെ. അപ്പം പിന്നെ എന്ത് ചെയ്തു, കഴിഞ്ഞല്ലോ. പിന്നെ രണ്ടാമത് ഉച്ചക്കും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഏതൊരു സമയത്താണ് പിറ്റേ ദിവസം എന്നോട് എൻ്റെ സീൻ വേറെ സീനാണ് എടുത്തു, ചെറിയ സീൻ വന്നു പോകുന്ന സാധനം. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ കണ്ടിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ലാലേട്ടൻ ഓക്കെ അല്ലേ, അടിപൊളിയല്ലേ, ഓക്കെ അല്ലേ ചോദിച്ചു. ഞാൻ ആരോടോട്ട് അങ്ങനെ നോക്കി നോക്കും. അപ്പോൾ ബേക്കിൽ ആരുമില്ല പക്ഷേ എന്നോ ഞാൻ പോയി, അവരെല്ലാവരും ഞെട്ടിപ്പോയി. ഞാൻ 70 നിൽക്കുന്നത് എങ്ങനെയുണ്ട് ഇന്നലെ. ഞാൻ സാറേ ഇന്നലെ ഉറങ്ങിയിട്ടാ ഞാൻ. ആ ഫോട്ടോ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ? അപ്പോൾ പ്രൊഡക്ഷൻ കണ്ടോളൂ. അപ്പോൾ സാറേ അത് മറ്റേ കോസ്റ്റ് അത് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പോയി, ഞാൻ ചോറിനാൻ പോയി, ലാലേട്ടൻ പോയി. പിന്നെയുണ്ട് എന്നെ വിളിക്കുന്ന അടുത്തേക്ക്, അതായത് ഒരാൾ വിളിക്കുന്നത് ഇവിടത്തേക്ക് വരണമെന്ന്. അപ്പോൾ ചുവന്ന കുപ്പായിലിട്ട് ഫോട്ടോ എടുക്കാം. അത് അത്ഭുതം. അപ്പം ഞാൻ കണ്ടപാട് പറഞ്ഞു, 35 കൊല്ലമായി ഞാൻ ലാലേട്ടനെ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പം മഹാനായ നടൻ വെറുതെ പറഞ്ഞാൽ എന്നോട് പറയുന്നത്, താങ്കളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. എൻ്റെ കൈയെല്ലാം പിടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് നിൻ്റെ പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. മറിമായം കാണാൻ എൻ്റെ പ്രിയൻ, ഞാൻ മറിമായം കാണുന്ന ആളാണ് എല്ലാം പറഞ്ഞു. സിനിമയിലും കണ്ടിട്ടുണ്ട്, മുമ്പ് ചെയ്ത അഖിലേഷൻ കാണിച്ചിരുന്നു, ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഹാപ്പി. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ചില ഭയങ്കര സന്തോഷം. പണ്ട് നമ്മളെ ഇതിൽ പോയി ലാലേട്ടൻ്റെ പടം കാണുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ നടന്നു പോകുന്നതാണ്. അങ്ങനെ ഒരു സംഭവം കണ്ടു. അതൊരു ഞാൻ ചോദിച്ചല്ലേ, നമ്മൾ വളരെ ചെറുതിലേ മുതൽ കാണുന്ന ഒരാളെ നമ്മൾ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന എപ്പോഴെങ്കിലും നമ്മുടെ സ്വപ്നത്തിലുണ്ടായിരുന്നു? ഇല്ല, എൻ്റെ സ്വപ്നത്തിന് അഭിനയം എന്ന് പറഞ്ഞ സംഭവമില്ല. ഞാൻ ഈ കലോത്സവ വേദി, നാടകം, മൈമ്, സ്കിറ്റ് പരിശീലകനാണ് 25-26 വർഷം. അപ്പം ഈ ആക്ടർ എന്ന് പറയുന്നത് ഞാനൊരു ആക്ടറല്ല. അതുകൊണ്ട് ഞാൻ ആ ഷൂട്ടിങ് പോലും കാണാൻ പറ്റും. ഞാൻ അഭിനയിക്കുന്ന പടമാണ്, ഞാൻ തൊണ്ടുപോലാണ് ഞാൻ ആദ്യം ഷൂട്ടിങ് കണ്ടത് തന്നെ. വേറെ ഞാൻ ഷൂട്ടിങ് കാണാൻ നമ്മളെ പരിപാടി അല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്ന ആളല്ല. ഓടിക്കയറി നമുക്ക് ചെയ്യാൻ പറ്റാത്ത ലൈഫിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാനത് ഒന്ന് ട്രൈ ചെയ്യും. മറ്റോ ഞാൻ പോവില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഷൂട്ടിങ് പോയില്ല. നാട്ടിൽ ലാലേട്ടൻ്റെ പടം ഉണ്ടായിരുന്നു, വടക്കുന്നാഥൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പല പടങ്ങളും ഉണ്ടായിരുന്നു, പോയില്ല. വടക്കുന്നാഥൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാസർഗോഡുണ്ട്. അതെ. അപ്പോൾ ഇതാണ് ഈ അഖിലേഷ് ചേട്ടനെ കുറിച്ച് ചോദിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതായത് എനിക്ക് തോന്നുന്നൊരു 10-20 സെക്കൻഡ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? 13 സെക്കൻഡ്, 1 മിനിറ്റല്ലോ, 13 സെക്കൻഡ് വന്ന് പോട്ടെ. പക്ഷെ ഉഗ്രൻ സീനാണത്. കഥ കുതിർന്ന് ബിനു പപ്പനെ കണ്ടപ്പോൾ യെസ്, അത് പല നടന്മാരും പറയും അഖിലേഷ് ചേട്ടാന്ന് വിളിക്കും. ഇപ്പൊ ഷൈൻ ടോം എല്ലാം അഖിലേഷ് ചേട്ടാന്നേ വിളിക്കുമല്ലോ, അയാൾക്ക് അതേ അറിയില്ലോ എന്നാ. അപ്പൊ അതൊക്കെ ഭയങ്കര നിമിത്തം പറയും. അന്ന് ഈ സിനിമേന്റെ സീരിയസ് അറിയാത്തോണ്ട് ഞാൻ വിളിച്ചപ്പോൾ പോയില്ല ആ പടത്തിന്. അപ്പൊ ഞാൻ നാടകം, മൈമ, സ്കിറ്റ് ഭയങ്കര സംവിധാനാന്നേരം ഞാൻ ചെയ്ത ഫസ്റ്റാ. 1ാം സമ്മാനം കിട്ടും, ഉണ്ണീനെ വിളിക്കാന്ന് പറഞ്ഞൊരു കാലം ഉണ്ട് ഇറക്ക്.
20 കൊല്ലം തുടർച്ചയായി സ്റ്റേറ്റ് യൂത്ത് സമ്മാനം മേടിച്ചു പരിശീലകനായിട്ട്. ഒരു കലോത്സവ വേദിയിലും പോകാനും പറ്റിയിട്ട് അത് വേറെ. നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഒന്നും ഇല്ലാത്ത കാലമല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാലം. പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ, പ്രൊഡക്ഷനെ വിളിച്ചപ്പോൾ ഞാൻ ഒരു ദിവസമല്ല, നിങ്ങൾ വേറെ ആളാ നോക്കിക്കോ, ഞാനൊരു നാടകം എനിക്ക് മറ്റന്നാൾ എനിക്ക് സ്റ്റേജിൽ കയറ്റേണ്ടതാണ്, പ്രശ്നമില്ല. അറിയില്ല അതിൻ്റെ സീരിയസ്. അതല്ല പറ്റൂല, അത് നിങ്ങൾ വരണം. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ വരണം എന്ന് പറയുന്നത്. എന്ത് തമാശകൾ. ഞാൻ ചെന്ന് ഞാൻ സംഭവം നമ്മൾ നടനല്ലാതെ നമ്മൾ തീരുമാനിച്ചാലേ തുടക്കമല്ലേ, വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിൽ ഓഫായി പോയി. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഓണാക്കുമ്പോൾ വേറെ സുഹൃത്ത് വിളിച്ചു, സുധാകരൻ കേട്ടി. ഇത്രയും പെട്ടെന്ന് വണ്ടി കയറി ചാടാത്തണം, അവർ ഒരു കാര്യം പറഞ്ഞ കാര്യം ചെയ്യണമെന്നു. അപ്പോൾ ഫോൺ പറയുമ്പോൾ ഞാൻ പോയി രാവിലെ ആടെ ഇരുന്നു. നമുക്ക് ആരും അറിയില്ലോ നിന്നു. തുടങ്ങുന്നേയില്ല. അസിസ്റ്റൻ്റ് വിളിച്ചിട്ട് എന്താ എൻ്റെ ഡയലോഗ് ഉണ്ടാ, ഞാൻ പഠിക്കട്ടെ പറഞ്ഞു. ഡയലോഗൊന്നുമില്ല. എന്തിനാ എന്നെ വിളിച്ച് കാസർഗോഡ് നിന്ന് ഡയലോഗ് ഇല്ലാത്ത തന്നെ. ഞാൻ അന്ന് ഡയലോഗ് പറയില്ല, എൻ്റെതായിരുന്നു സിനിമ ഡയലോഗ് പറയണമെന്ന്. ഡയലോഗില്ല. ഓ ആയിക്കോട്ടെ. ഉച്ചക്ക് ചോറെല്ലാം തന്നു, ചായയും തന്നിന്, എല്ലാം തന്നു. എന്നിട്ടും വിളിക്കുന്നത് അവസാനം വൈകുന്നേരം 4:30-5 മണിയാകുമ്പോൾ വിളിക്കുന്നു. നിങ്ങൾ സീനുണ്ട്, എന്നും പറയാനില്ല അല്ലേ. അതെ അഖിലേഷ് ഏട്ടനാണ് നിങ്ങൾ വിളിക്കുമ്പോൾ, പോലീസ് സാർ വന്ന് വിളിക്കും, തുറക്കും, അതേലു. ഇതിൻ്റെ പിന്നെ കാമുകിയുണ്ട്, ഒന്നും കഥ എനിക്കറിയില്ല. ഞാൻ തുറന്നു, അതെ അഖിലേഷ് ഏട്ടനാണ്. അപ്പം ഡാഡി തന്നു, കഴിഞ്ഞു, വീട്ടിൽ പോയി. ഈ സിനിമ ഭയങ്കര സംഭവമായി മാറി ആ സീൻ. അപ്പോൾ തന്മൂർത്തി എന്തോ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, ഉണ്ണി വന്നൊരു ഗോൾ അടിച്ചിട്ട് അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ സംഭവം ഇൻ്റർവ്യൂ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ മുമ്പേ കണ്ടുവച്ചാണ് ആ സാധനം ചെയ്യാൻ 6 മാസം മുമ്പേ ആ ഇൻ്റർവ്യൂ പറഞ്ഞ. അപ്പോൾ ഭയങ്കര അത്ഭുതം വിട്ടുപോയി. നമ്മളെ ആ നിഷ്കളങ്കതയുണ്ടെന്നല്ല പറഞ്ഞത്. അതാണ് ഈ ആക്ടിങ് എൻ്റെ മാർഗമല്ല എന്ന് തീരുമാനിച്ച ഒരാളെ തേടി അത് വരിക എന്നുള്ളൊരു സാധനമുണ്ടോ അല്ലേ? അതെ അതെ. അത് വന്നില്ലേ? അത് വന്നു. ഈ 13 സെക്കൻഡൊക്കെ ധാരാളം. 13 സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ എവിടെ വെച്ചിട്ട് ഒരാളുകൾ അഖിലേഷേട്ടെന്ന് വിളിക്കുന്ന ആ ഒരാളുടെ ജീവിതം മാറാൻ 13 സെക്കൻഡ് മതി. എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ മൈമ്, സ്കിറ്റ്, നാടകം, ഈ കലോത്സവങ്ങളുടെ പുറകെ നടന്നൊരു 10-20 വർഷം ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ആ സമയത്തെ ജീവിത സാഹചര്യങ്ങളെല്ലാം എനിക്കറിയാം. ഇതിനോടൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ അധികവും ഞാൻ അന്ന് ലോഡ്ജ് എടുക്കാനൊന്നും പൈസ ഉണ്ട്. നമുക്ക് കലോത്സവം കഴിഞ്ഞ് അടക്കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, പാലക്കാട് വരും, തിരുവനന്തപുരം പോകും, എറണാകുളം പോകും, വയനാട് പോകും, കോഴിക്കോട് പോകുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കിടന്നുറങ്ങിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനായിരുന്നു. ആളെന്ന് വെച്ചാൽ നാട് നടന്ന് പോകുന്ന വഴി എങ്ങനെ പോകാന്ന് വെച്ചിട്ട് നമുക്ക് രാവിലെ ഫ്രഷായിട്ട് ആടെ തന്നെ പോകാമല്ലോ. പിന്നെ ഉണ്ടാവില്ല പൈസ കൊടുക്കാനൊന്നും. അപ്പോൾ അവൻ്റെ അപ്പുറം നായിയും കിടക്കുന്നുണ്ടാവും, 2-3 നായിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഉണ്ണേട്ടനായത് ഒന്നും ചെയ്യല്ലേ, ഓനും അവർ പൈസ ഇല്ലാത്തോണ്ടോ എനിക്കറിയില്ല, ആരോ തന്നെ കിടക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ട്. അതുപോലെ ഇതേ സ്കൂൾ. അപ്പോൾ പണ്ട് നമ്മൾ ഈ വെക്കേഷൻ സമയത്ത്, സ്കൂൾ വെക്കേഷനിൽ ഞാൻ പെയിൻ്റ് അടിക്കുന്നത്, ഞാൻ 20 കൊല്ലം പെയിൻറ്റിൻ്റെ പണിക്ക് പോകും, കലോത്സവം, അതാണ് ഉണ്ടായത്. വെക്കേഷൻ സമയത്ത് പെയിൻ്റ് അടിക്കാൻ ഒരു സ്കൂളിൽ കിട്ടും. പിന്നെ വേറെ പെയിൻ്റ് അടിക്കാനും പോകും. നമുക്ക് എപ്പോൾ ലീവാക്കാൻ വരുന്ന ഒറ്റ പണിയാണ് പെയിൻറ്റിങ്. ഒരു കടയിൽ പണിക്കുന്നത്, അപ്പോൾ അവിടെ ഒതുങ്ങി പോകുന്നതുകൊണ്ട് മാറ്റി. അപ്പോൾ ഈ പെയിൻ്റ് അടിക്കുന്ന ഒരു ചില സ്കൂൾ കുറേ കഴിഞ്ഞാൽ നമ്മളെ ഉദ്ഘാടനത്തിൽ വിളിക്കും. ആടെ മാഷ് മാറി മാറി പോകും, ഗവൺമെൻറ് സ്കൂളല്ലേ. ഇതിനൊക്കെ ഒരു സ്കൂളിൽ വിളിച്ചു. ഞാൻ ഏറ്റവും വർഷം പെയിൻ്റ് അടിച്ച സ്കൂളാണ്, വൈറ്റ് വാഷ് ചെയ്യല വേണ്ടത്. അപ്പം ഉദ്ഘാടന സമയത്ത് ഞാൻ ഓരോ ക്ലാസ് മുറിയെ കുറിച്ചും പറഞ്ഞു. നമ്മൾ പോയിട്ട് വൈറ്റ് വാഷും ബ്ലാക്ക് ഇതിലെ കറുപ്പല്ല അടിയിലടിക്കും, ലൈൻ ഇട്ടിട്ട് നമ്മൾ വൈറ്റ് അടിക്കുന്നത് എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പം ആ HM എന്നോട് ചോദിച്ചു, എങ്ങനെ ഇവിടെ മുമ്പ് പഠിച്ചിനോ? ഞാൻ പഠിച്ചില്ല. ഈ സ്കൂളിൽ നിങ്ങളറിയാത്ത ക്ലാസ് റൂം എനിക്കറിയാം, അത് പൊളിച്ചു പോയിട്ടുണ്ട്. എല്ലാം ഞാനായിരുന്നു പെയിൻ്റ് അടിക്ക് സ്ഥിരമായിട്ട്. അയ്യോ അത് അപ്പം ഞാൻ പറഞ്ഞത് മൊത്തം പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ പെയിൻ്റ് അടിച്ച സ്കൂൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പണ്ട് 20 ഉറുപ്പില്ലാണ്ട് ടൂറ് പോയിട്ടാണ്, വൺ ഡേ ടൂർ. 20 ഉറുപ്പേ വേണ്ടു. കണ്ണൂർ സെൻട്രൽ ജയിലാണ്. 20 ഉറുപ്പ കൊടുക്കാൻ എനിക്കില്ല. ഞാൻ മാത്രം സ്കൂളിൽ ക്ലാസ് റൂമിലായ ആളാണ്. ഒരു ക്ലാസ് മാത്രം പോകുന്ന വൺ ഡേ ടൂർ, 10ാം ക്ലാസ് ഒറ്റ ക്ലാസ്സിൽ. ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. കളാന്ന് എന്തോ തട്ടിപ്പോകാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി വിൽക്കലും. അത് പോണ്ട, നീ ക്ലാസ്സിലേക്ക് പറഞ്ഞു. അപ്പോൾ ക്ലാസ് ഇരുന്നു വരുന്നവരെ. അപ്പോൾ ഇറങ്ങിപ്പോയതാണ്. അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലായിരുന്നു ഇവർ പോയത്. ഒരു 3 മാസം മുമ്പേ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ഞാനാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലേ ജീവിതത്തിൽ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ, സൂപ്രണ്ട് സാറിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചതിനൊപ്പം നിങ്ങളുടെ വന്ന് അത് അന്ന് കുറേ കുട്ടികളോടൊപ്പം നീ ക്യൂ ആയിട്ട് വന്നു. ഇന്ന് നിൻ്റെ കൂടെ നമ്മൾ 5-6 ആൾ വരുമല്ലോ ജയിലിൽ. ഞാനൊക്കെ കാണണം എന്ന് പറഞ്ഞ് പല സ്ഥലം ആഗ്രഹിച്ചെല്ലാം കണ്ടു. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പറഞ്ഞാൽ കലാകാരനായതുകൊണ്ടാണ്.
ഈ സത്യസന്ധമായ യാത്ര ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരുപാട് സമ്പാദ്യമൊന്നുമില്ല, പക്ഷെ സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഉണ്ണിയുടെ കഥ എനിക്കറിയാം. ഈ ഇടയ്ക്ക് ഈ മറ്റേ ഉണ്ണി കൃഷിസ്ഥലത്ത് പണിയെടുക്കുന്ന പടവും വാർത്തയും ഒക്കെ കണ്ട് സർക്കാർ ജോലി കിട്ടിയെന്നുള്ള വാർത്ത ഉണ്ടോ? ഭയങ്കര ആഘോഷമായിരുന്നു ഉണ്ണിക്ക് സർക്കാർ ജോലി. ഇപ്പോൾ ആ സർക്കാർ ജോലിയൊക്കെ ഉപേക്ഷിക്കേണ്ടല്ലേ? അങ്ങനെ ഒരു സർക്കാർ ജോലിൻ്റെ സംഭവിച്ചാലേ, ഞാൻ ഒരു അപകടം പറ്റി വീണ സമയത്ത് ഞാൻ എല്ലാം മതിയാക്കാൻ ആവൂല, ഇനി അങ്ങോട്ടേനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ജീവിക്കാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് കാഴ്ചക്ക് ഭയങ്കര പ്രസൻ്റ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, ഭയങ്കര എല്ലാവർക്കും ഉപദേശം കൊടുക്കുമ്പോൾ എല്ലാവരും പോസിറ്റീവ് ആക്കും, ബാക്കി എല്ലാവരും ഉപദേശം കൊടുത്ത് ഉഷാറാക്കി കളയും. നമ്മളൊരു നാടകം ചെയ്യുമ്പം ആ കുട്ടികളൊക്കെ അടിപൊളിയാവും. ഒരു സ്കൂളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം പറയുന്നതാണ്, ചില സ്കൂളിൽ പോയി പഠിക്കുന്നത് മാത്രം പഠിച്ച് അവരെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾ നാടകത്തിലേക്ക് വരും. 20 മാഷന്മാരുണ്ടെങ്കിൽ 3 ഇതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. അപ്പോൾ അവരാണ് കുട്ടികളോടൊപ്പം നിൽക്കുക, നമ്മളെ കൂടെ നിൽക്കുക, കലോത്സവത്തെ കുട്ടികൾ ഇവരൊരിക്കലും മറക്കൂല. കാരണം അവർ എല്ലാം അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഞാൻ ഈ സിനിമയിലേക്ക് ചെറുങ്ങുമ്പോൾ കുറച്ച് പൈസ എല്ലാം കിട്ടി കൃഷിഭൂമി വാങ്ങി. അമ്മക്ക് ഞാൻ പറഞ്ഞു, അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെല്ലാം പോറ്റുപെടുത്തത് കൃഷിയാണ്. പണ്ട് കൃഷി മാത്രമില്ല കാലം. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മനെ കൂട്ടിക്കൊണ്ട് കാണിച്ചു. നമുക്ക് കാണുന്ന സമയം കൊണ്ട് കാണാം. കാണിച്ചാൽ ഈ കൃഷിഭൂമി അമ്മക്കില്ലാന്ന്, എന്നെ എവിടെയും വേറെ ആളെ കണ്ടെത്തി പോകണ്ട, അങ്ങനെ ഉണ്ടല്ലോ, അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ പോറ്റുപെടുത്തത് ഈ കൃഷിഭൂമി നിന്നാണ്, ഇവിടെ പണിയെടുത്തില്ലാന്ന്. അപ്പോൾ അത് നിമിത്തം പോലെ അതും സംഭവിച്ചത്. അങ്ങനെ അമ്മ പേരിൽ തന്നെ ആ കൃഷിഭൂമി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അപകടം എന്ന് പറയുന്ന സംഭവം എല്ലാം മാറ്റി, ആ ജോലിയുണ്ട് എല്ലാം മാറ്റി വെച്ച് പിന്നെ അപകടം പറ്റി ഒരു സിനിമയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പം എറണാകുളത്ത് വന്ന് അപ്പം തളർന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ കടന്ന് പിന്നെ നേരെ ആവില്ലാന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ബെൽറ്റെല്ലാം വിട്ട് അങ്ങനെ വിഷയമാണ്, വലിയ വിഷയമാണ്. കിടക്ക ഒറ്റമുറിയിലെ വീട് എല്ലാം മാറി ഞാൻ തളർന്നുപോയി. ഇനി കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനെന്ത് ചെയ്തു, അപ്പോൾ ഒരു ജോലി ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ ജോലി കിട്ടി. അങ്ങനെ പക്ഷേ ഈ അപകടം പറ്റുന്ന ആർക്കറിയില്ലോ, അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആൾക്കാർക്ക് അങ്ങനെ മറിമായാണ് നമ്മളെ കൊണ്ടുവന്ന. മറിമായ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന മറിമായ ഉണ്ണിയാണ്. പ്രേക്ഷകര് ഏടെ പോയാലും ചെറിയ 3 വയസ്സായ കുഞ്ഞുവരെ വയസ്സായ ആൾക്കാരെ നമ്മളെ ഉണ്ണി എന്ന് പറഞ്ഞാൽ വന്ന് കെട്ടിപ്പിടിക്കും. അത് ഭയങ്കര, അത് അവരെ വീട്ടിലത്തെ ഒരാളാണ് ഞാൻ. അതല്ലോ കുറേ മണ്ടത്തരാണ് കൂടുതലും കളിക്കല്. ഈ മണ്ടത്തര അവർക്ക് ഓക്കെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചില സാധനം ഉണ്ടല്ലോ, എന്തെല്ലോ കളിക്കല, എന്താണ് പറയാനില്ല. ഓൻ പറഞ്ഞോട്ടെ എന്ന് പറയും, കാരണം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറയും. എന്തെല്ലാം സ്ക്രിപ്റ്റ് ഉണ്ടാവും, എന്നാലും അതിൻ്റെ നമുക്ക് നമ്മുടേതായ ചില സാധനങ്ങൾ നാട്ടും പുറത്ത് ജീവിച്ചല്ലേ, എന്തൊക്കെയോ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. എത്രയോ ഒരു കടല പോലെ കിടക്കും ഇനിയും പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം സെറ്റായി ഈ അപകടം. അപ്പം ജോലി കിട്ടിയ പാടെ എന്ത് ചെയ്തു, ആ പത്രത്തിൽ കൊടുത്തു. അറിയില്ല, ഞാനറിയില്ലേ, ഏത് മാതൃഭൂമിനായിട്ട് പേജ് ഒരു വൈറലായ സംഭവം. ഞാൻ 10 ദിവസത്തോട് ജോയിൻ ചെയ്യണം. അപ്പാന്ന് അറിയുന്നത് ഈ ഹോസ്റ്റലിൽ മറ്റേ പ്രീമെട്രിക് കക്കൂസ് കഴുകൽ, വൃത്തിയാക്കൽ, തുടക്കൽ, അടിക്കൽ, വാരല്, ഇതാണ് പാർട്ട് ടൈം. ഞാൻ സന്തോഷപൂർവ്വം ചോദിച്ചു, ഇതെല്ലാം പണി വരുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ പണി എടുത്ത് വന്നാൽ എനിക്ക് എന്താണ്, നമ്മുടെ ഈ പണീൻ്റെ അപ്പുറത്തെ പണി, കൈക്കോട്ട് പണി, നാടൻ പണി, എല്ലാം പെയിൻറ്റിങ്ങിന് പണിയെടുക്കും. ഒരു വീടിൻ്റെ കക്കൂസ് വരെ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉടക്കം ഫ്ലോറോ കൊട്ടൽ അടിക്കേണ്ട പെയിൻറ്റർമാർക്ക് പറഞ്ഞാൽ മനസ്സിലായി, എല്ലാം ചെയ്യുന്നല്ലേ, വിഷയമല്ല. അപ്പോൾ ആടെ ഡെക്കറേറ്റെല്ലാം ചെയ്യുന്നു. ഉണ്ണി രാജാവേദിൻ്റെ പത്രത്തിലെല്ലാം വന്നല്ല, ഹോസ്റ്റലിലെല്ലാം ഭയങ്കര ആഘോഷം, പെയിൻ്റെല്ലാം അടിക്കുന്നു. ഞാൻ വരുന്നതായിട്ട് വൈറ്റ് ആളെ പെയിൻ്റെല്ലാം അടിച്ച് പിന്നെ ഫുള്ള് എൻ്റെ ഫോട്ടോ പിന്നെ പത്രത്തിൽ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് പിന്നെ ഉണ്ണി രാജാക്ക് സ്വാഗതം, തുടക്കലടിക്കലും വരുന്ന ആളാ, എനിക്ക് സ്വാഗതം ചെയ്ത് ചിലപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ, അങ്ങനെ ഞാൻ കേട്ടിരുന്നു വരെ. അങ്ങനെ ഞാനിത് കണ്ട് ഞാൻ വിളിച്ചു, എന്താണെന്ന് ചെയ്യേണ്ടതിപ്പോൾ മൊത്തം ചാനൽ വരും, എല്ലാം പരിപാടി. എന്നോട് വിളിച്ചു, എപ്പം വരില്ല നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്യാൻ മാത്രമായി കുറയുക. അപ്പോൾ ഞാൻ ടെൻഷനായി. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്താൽ ആടെ എൻ്റെ ലൈഫ് മുഴുവൻ ഇനി ഈ ഒരു രംഗത്തേക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ വേറെ എന്തെല്ലോ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ നേരത്തെ ആക്ടർ എല്ലാം തീരുമാനിച്ചാൽ നമ്മൾ ആക്ടറായി കഴിഞ്ഞു. നമുക്ക് നമ്മൾ ആ ഒരു വലിയുണ്ടല്ലോ, ഞാനത് താൽക്കാലികം ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും ഈ രംഗത്തേക്ക് വന്ന് ഞാൻ സജീവമായി. അത് എന്തോ ദൈവം ഭാഗ്യത്തിന് ഞാൻ യാത്രയായി. അപ്പം അത് കഴിഞ്ഞ ഉടനെ 2021 സ്റ്റേറ്റ് അവാർഡ്, സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം വെച്ച ഹാസ്യതാരം. അപ്പം വീണ്ടും എനർജി പരിപാടിയാണ്.
ഈ ഉണ്ണീൻ്റെ തന്നെ ഒരു ഉണ്ണിയെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ചിരി വരും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അല്ലേ? അതൊരു ഭാഗ്യമാണ് ഒരു നടനെ സംബന്ധിച്ച് അല്ലേ? ആളുകൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു ഒരു ഇതല്ലേ. ഞാനിപ്പോൾ സിനിമ ഒരുപാട് സിനിമ 85 സിനിമ ചെയ്തു ചെറുതും വലുതായിട്ട്. കമൽ സാറിൻ്റെ ഇടക്കല്ല, ദിലീഷ് പോത്തൻ്റെ, മോഹൻ സാറിൻ്റെ, തരുൺമൂർത്തി, എല്ലാ ആൾക്കാരെ കൂടെ റോഷൻ ഒരുപാട് പടം ചെയ്യാൻ പറ്റി. അപ്പോൾ എന്നറിയാം നമ്മൾ പോകുമ്പോൾ സാറേ ഞാൻ ഡയലോഗ് മാറ്റി പറഞ്ഞു, നമ്മളെ ഭാഷ തന്നെയല്ലാണ് സംസാരിക്കുന്നത്, മാറ്റി വേണ്ട നിങ്ങളെ പറയുന്നത് കേൾക്കാണ് നമുക്ക് ഇഷ്ടം. നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതുമ്പം അങ്ങനെ ആണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ പറയും. എന്തായാലും നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട്, സ്നേഹിക്കാനുണ്ട്, ആ ഒരു എനർജിയാണ്. ഇപ്പം ലോക മലയാളികൾ പല നമ്മൾ പണ്ട് ടൂറിന് പോയാൽ മതി 20 ഉറുപ്പില്ലായിട്ട് പോവാത്ത ഞാൻ UAE-ലല്ല എല്ലായിടത്തും പോയി. അവർ ഇപ്പം ഓസ്ട്രേലിയയിൽ പോയിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലേ. അങ്ങനെ 20 ഉറുപ്പില്ലാണ്ട് പോകാൻ നമുക്ക് സാമ്പത്തികം തന്ന് നമ്മളെ കൊണ്ടുപോയി കൊണ്ടുവരുന്ന ഒരു നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഊർജ്ജമായിരുന്നു അത്. പല നാടും കണ്ട് എത്രയോ അന്ന് കുഞ്ഞു നാടിൽ ആഗ്രഹിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് കാലങ്ങൾ മാറി, വർഷങ്ങൾ മാറി, ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിപ്പം പോകുമ്പോൾ ഞാൻ അതന്നെ ആലോചിക്കില്ല. അന്ന് നമുക്ക് പോകാൻ പറ്റാത്തൊക്കെ ഇന്നെങ്കിലും കാണാൻ പറ്റില്ല. ഈ ജീവിതം എങ്ങനെയാണ് ഉണ്ണി മാറിയത്? അതൊരു ഉണ്ണി ആലോചിക്കാറുണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് 20 രൂപയില്ലായിരുന്ന സ്കൂൾ കാലം, അത് കഴിഞ്ഞ് ഈ കൈക്കോട്ട് പണിയും ഒക്കെ ആയിട്ട് നടന്ന നമ്മുടെ ചെറുപ്പകാലം, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പൂനെക്ക് പോകാൻ ഫ്ലൈറ്റ് പിടിക്കാൻ ഓടുന്ന ഉണ്ണിയുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു കാലം എങ്ങനെയാണ്? ഇത് സ്വാഭാവികമായിട്ട് ആലോചിക്കാറുണ്ടാവും. എങ്ങനെയാണ് ഉണ്ണി ഇതിനെ ഒന്ന് വിശദീകരിച്ച് ചെയ്യാതെ? ഒന്നും മനസ്സിലാവില്ല. ഞാൻ എങ്ങനെ ഇപ്പം ഞാൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വലിയൊരു ഭൂഖണ്ഡം. അങ്ങോട്ടത്തേക്ക് നമുക്ക് എൻ്റെ സ്വപ്നത്തിലേ ഇല്ല. UAE നമുക്ക് പല സ്ഥലത്തും ഒരു ഖത്തർ അല്ലെങ്കിൽ ദുബായ്, അജ്മാൻ, ഷാർജ, അബുദാബി അങ്ങനെ കുറേ ഇതൊക്കെ പോയിട്ടുണ്ട്. 5-10 കുവൈറ്റ് എല്ലാം പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഓസ്ട്രേലിയയിലും പോകുമ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഞാനിങ്ങനെ 10 ദിവസം ഓസ്ട്രേലിയ ഓരോ നാടും കാണാം. അവരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി പല സ്ഥലത്തും. കങ്കാരു പണ്ട് കൊവ്വൂല് സ്കൂളാണ് ഞാൻ പഠിച്ച്, UP സ്കൂള്. അപ്പം പഴയ കെട്ടിടമാണ് പണ്ടത്തെ ഓട്. അപ്പോൾ ആടെ വൈറ്റ് വാഷ് ചെയ്ത് കുറേ ചിത്രം വരച്ചിരുന്നു ഡ്രോയിങ് മാഷ്. നമ്മളെ കുഞ്ഞുനാളിലെ എല്ലാ കൊവ്വൂല് സ്കൂൾ പഠിച്ചവർ കാണുന്നത് നിറയെ ചിത്രങ്ങളാണ്. ക്ലാസ് റൂമിൻ്റെ മൊത്തം അത് കങ്കാരുവിനെ വരച്ചിട്ടുണ്ടായിരുന്നു. കങ്കാരു ഇവിടെ മറ്റൊരു കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ കണ്ടതായിരുന്നു ഞാൻ കങ്കാരുവിനാണ്. ഈ പറയുന്നത് എല്ലാവരും കണ്ടിട്ടോ നമ്മുടെ നാട്ടിലെ അവിടെ പഠിച്ചാൽ അങ്ങനെ വലിയ ചിത്രം കങ്കാരുവിൻ്റെ. അന്ന് അങ്ങനെ കണ്ടതിന് ഞാൻ നേരിട്ട് കണ്ടു. അപ്പം കങ്കാരോട് എനിക്ക് സംസാരിക്കാൻ തോന്നി. ഞാൻ ഫേസ്ബുക്കിൽ ഭയങ്കര വൈറലായ ഇന്ത്യൻ ആൾക്കാരെ കണ്ട ഒരു സംഭവമാണ്. എനിക്ക് അതിനോട് സംസാരിക്കാൻ തോന്നി. പെട്ടെന്ന് അതിനല്ല എൻ്റെ അമ്മയും അച്ഛനെല്ലാം പറഞ്ഞത് കുറച്ച് ചെറു സൈസ് തന്നെ നോക്കി. അപ്പം ഇംഗ്ലീഷല്ലേ മത്സരം. അപ്പം എൻ്റെ കൂട്ടത്തിനും പല സ്ഥലത്തും പോയി കാണുന്നുണ്ട്. കങ്കാരുൻ്റെ പാർക്കിൽ സ്ഥലത്ത് പോയി. അപ്പം ഓരോരാൾ നടന്നിട്ട് അവർ നടക്കുമല്ലോ. അപ്പം ഞാൻ ചെറുതിനൊന്നിനെ വിളിച്ചു. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് വന്നിട്ട് അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പരിചയമില്ല. ഇടത് തുടരുത് നമ്മക്കിത് അങ്ങോട്ട് പറഞ്ഞ മനസ്സില്ല, അവരിങ്ങോട്ട് പറഞ്ഞ നമുക്ക് മനസ്സിലായില്ല. അവിടെ നന്നായി അവരെ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവർ അങ്ങോട്ട് പോയി ആ ബക്കറ്റിലെടുത്തിട്ട് പോയപ്പോൾ മനസ്സിലായി. എന്താ പറഞ്ഞ എനിക്കറിയില്ലോ. ഇത് വന്നിട്ട് ഭയങ്കര സംസാരിച്ചു. ഞങ്ങൾ ചെറുവത്തൂരിന്ന് ഉണ്ണിയാണ്, നീ കളിക്കല്ലേ, നിന്നെ പണ്ട് ചിത്രം വരച്ചെല്ലാം ഞാൻ കണ്ടതാണ്, എന്ന് പറയാനോ. അപ്പോൾ കൈയോടിങ്കല്ലാക്കി അതിൻ്റെ രണ്ടര അടിയെല്ലാം കൊടുത്തു. അവനെ ചവിട്ടാന്ന് കണ്ട എന്നാണ് ഞാൻ കറാട്ടയാണ് ബ്ലാക്ക് ബെൽറ്റ് എല്ലാം പറഞ്ഞൊരു സംഭവം ഉണ്ട്. അങ്ങനെ രസമായിട്ട് പറഞ്ഞ്. അപ്പം അതിൻ്റെ അമ്മയും അച്ഛനായിട്ട് വലിയൊരു സാധനം ഉണ്ടെങ്കിൽ നിന്നിട്ട് നോക്കുന്നില്ല. അത് 2 കാലം ചവിട്ടായി നമ്മ ചെറുത്തൂരേക്ക് ഓസ്ട്രേലിയ. അങ്ങനെ കങ്കാരു നമുക്കറിയില്ല. അത് കടിക്കുകയും ചെയ്യും. ഞാൻ വലിയ കൈയടി ചെറുതായി വലിയ അത് പിന്നെ എന്തോ ഒരു സമാധാനത്തിൽ നിൽക്കുന്നുണ്ട്. ഞാൻ തടയെല്ലാം കൊടുത്ത് പോകുമ്പോൾ വെച്ച് ഞാൻ വന്നു. ഞാനത് എപ്പിയിലിടുമ്പോൾ അതിൻ്റെ കമൻറ്റ് വന്ന് പറയാം, എൻ്റെ ഉണ്ണിയാട്ടങ്ങളെ ചവിട്ടി കൂട്ടാനാണ്. അപ്പം ബാക്കിൽ കണ്ടു അവര് ബാക്കിൽ നിൽക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഒരൊറ്റ ചവിട്ടും രസമല്ലേ. അങ്ങനെയൊക്കെ ആഗ്രഹം തീർത്ത് രസം. ഞാൻ മനുഷ്യന്മാർ മാത്രമല്ല മൃഗങ്ങളും എല്ലാവരോടും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ വെറുതെ കിടക്കുമ്പോൾ ഞാൻ പല മൃഗങ്ങളോട് സംസാരിക്കുന്ന, നായനോട് അല്ലെങ്കിൽ പൂച്ചേനോട്. ഭയങ്കര സന്തോഷം എനിക്ക്. ഈ മറിമായത്തിൽ എങ്ങനെയാണ് ഈ നമ്മൾ സംസാരിക്കും? മറിമായത്തെ കുറിച്ച് സംസാരിക്കാതെ നമ്മുടെ ഈ സംസാരം തീരത്തില്ല. മറിമായമാണല്ലോ ഈ ഉണ്ണിയെ ഈ പ്രത്യേകിച്ച് മറിമായം ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായതുകൊണ്ട് എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരിലേക്കും ഈ ഉണ്ണി എത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ മറിമായത്തിലേക്ക് എത്തുന്നത്? പ്ലാറ്റ്ഫോം തീർച്ചയായും അത് ഈ കലോത്സവ യാത്രയിൽ നമ്മൾ സുഹൃത്ത്
അവിടെ ജോലി ചെയ്യുന്നില്ലായിരുന്നു മഴവില്ലിൽ പ്രദീപ്. ഓൻ പറഞ്ഞു ഒരു രസമല്ല അവൻ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞു ഒരു രസമല്ല, ഓൻ എൻ്റെ സുഹൃത്താണ്, ഓൻ നാടക സുഹൃത്താണ്. ഓൻ്റെ അപ്പുറം പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ചെറിയ സീനുണ്ട്. അപ്പോൾ അവൻ എന്നെ അടയാക്കിയിട്ട് അവൻ പോയല്ലോ, അവൻ ഓഫീസിലുണ്ടല്ലോ. ഞാൻ എല്ലാവരും കാണാൻ വെച്ച് സ്നേഹ മണി പട്ടാറ് അങ്ങനെ വലിയ ആർട്ടിസ്റ്റല്ലേ. തുടക്കം 2 കൊല്ലം കഴിഞ്ഞ 3 കൊല്ലം കഴിഞ്ഞ. അപ്പോൾ ഇത് ഭയങ്കര ഹിറ്റായി നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അസിസ്റ്റൻറ്റ് പറഞ്ഞപ്പോൾ ഒരു ചെറിയ വേഷമുണ്ട്. അപ്പോൾ KSRTCയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന ആൾ കോയ. അപ്പോൾ അവിടെ പോയിട്ട് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ചോദിക്കുക, പറയാം, അവർ ഇങ്ങോട്ട് പറയും, കൗണ്ടറൊന്നും പറയണ്ട, ഒരു അതിലേ പോയിക്കോളാം, അങ്ങോട്ട് പോയിക്കോ പറഞ്ഞു. ഇതേ വേണ്ടു, വേറെ ഒന്നും പറയാൻ പാടില്ല. ഞാൻ പോകാനെന്താ ചെയ്യാം. അപ്പോൾ ആക്ഷൻ പറയുമ്പോൾ അങ്ങോട്ട് പോകണം. ഞാൻ അപ്പോൾ എനിക്ക് ടെൻഷൻ, ആക്ഷനും കട്ടും ഞാൻ തിരക്ക് കേട്ടിട്ട് നമ്മളെ സിനിമ ഷൂട്ടിംഗ് പോലും ആയില്ല. സിനിമക്ക് മുമ്പെയാണ് ഈ സംഭവം ചെയ്തത്, അതിനുശേഷം സിനിമ. ഞാൻ ടെൻഷനല്ല പാടാ, എനിക്ക് തൊണ്ട വരലെന്ന് ശരിയാവുന്നില്ല പറഞ്ഞു. അല്ല പ്രശ്നമില്ല, ഒരു കുപ്പായം തന്നു, ലുങ്കി തന്നു, ഞാൻ ഇട്ടു. അപ്പോൾ കോയ നിയാസ് ബക്കർ അദ്ദേഹത്തെ നമ്മളറിയില്ല, പക്ഷെ നമുക്ക് അവരെല്ലാം അറിയാലോ, കാണുന്നല്ലേ. ആക്ഷൻ, ഞാൻ മെല്ലെ പോയി. അപ്പോൾ 3-4 ആൾ പോയി ചോദിച്ചു, അല്ലേ പോകുന്നുണ്ട്. എന്നോട് ചോദിച്ചു എവിടെയാണ് പോകേണ്ടത്. ഞാൻ കാസർഗോഡുകാരനല്ലേ, നമ്മളെ ഭാഷയും പരിപാടി ഒന്നും ആരും ഞാൻ വന്നത് അവയ്ക്കൊന്നും അറിയില്ല. അസിസ്റ്റൻ്റാണല്ലോ ഇവിടുന്ന് പറയുന്നത്, ഡയറക്ടറെ കണ്ടിട്ടുമില്ല. മൂപ്പർ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഏതെങ്കിലും ഒരു നാട്ടിലെ സ്ഥലത്താണ് ബസ്, എത്ര മണിക്ക് വരുന്നു പറയാനേ പറഞ്ഞു. വേറെ ഒന്നും പറയരുത്, നോക്കരുത്, ക്യാമറ നോക്കരുത്, അങ്ങനെ നോക്കുക, വിട്ടോളണം എന്ന് പറഞ്ഞു. ഇതാണ് ഫസ്റ്റ്. എവിടെയാണ് പോകേണ്ടത് വീണ്ടും ചോദിച്ചു. അപ്പോൾ എനിക്ക് തൊണ്ട വരലാൻ തുടങ്ങി. അപ്പം ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, പേടെടുക്ക ബതെടുക്ക ബന്തെടുക്ക വടിയെടുക്ക കൊടുക്കാത്തല്ല ബസ് കൊണ്ട് കായ്ക്കൽ വെച്ച് സീറ്റ് പിടിക്കാൻ വേണ്ടി എപ്പം വരല്ലേ, ബസ് ഇപ്പോഴേ വരുവാ, കട്ട് കട്ട് ഏറ്റോ. ആളെ ഞെട്ടിപ്പോയി. എന്താണ് പറഞ്ഞത്, ഏതാ ഭാഷ, എന്താണ്, ആരാ, ഒരു ഭാഷ ഈ ആദ്യമായിട്ട് പറഞ്ഞ മലയാള സിനിമയിലോ ടെലിവിഷൻ രംഗത്തോ 12 കൊല്ലം മുമ്പേ 13 കൊല്ലം നമ്മളെ ഭാഷ പറഞ്ഞിട്ടില്ല. അതിന് ശേഷമാണ് 90 മുതലാന്ന് പറഞ്ഞത്. അപ്പാടെ ഈ ചാടി എണിച്ച ഒരാളൊന്ന്. അപ്പോൾ അതായിരുന്നു സംവിധായകൻ. ഞാൻ അദ്ദേഹത്തെ കണ്ടതിൽ മൈൻഡാക്കിയിട്ട് പോയില്ല, നമുക്കറിയില്ലോ. എന്താണ് നിങ്ങൾ പറഞ്ഞപ്പോൾ, ബേഡെടുക്കുക ബജെടുക്കുക ബന്തെടുക്കുക അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ സ്ഥലമാണ്, നമ്മൾ ഈ കാസർഗോഡിൻ്റെ സ്ഥലമാണ്. രണ്ടാമെന്താ പറഞ്ഞത്, വട്ടിയെടുക്ക കൊടുക്കുക. അങ്ങനെ സ്ഥലമില്ല. നിങ്ങൾ പല ഇപ്പം പറഞ്ഞില്ലേ മറിമാനത്തിൽ പല കൗണ്ടറും പറയുമ്പോൾ ഞാൻ എന്തെല്ലാം അങ്ങോട്ട് കൂട്ടി പറയും. അത് ജോയിൻ്റ് ആക്കാൻ വേണ്ടി ഞാൻ വട്ടിയെടുക്ക കൊടുക്കുക, ബേഡെടുക്കുക ബജെടുക്കുക ബന്തെടുക്കുക വട്ടിയെടുക്ക കൊടുക്കുക, ജോയിൻ്റ് ആയല്ലോ. അങ്ങനെ സ്ഥലം കൊണ്ട് വെച്ചു. അന്നേരം പേടിച്ചവർ ഉണ്ട് എന്ന്. ഇന്നും ഞാനത് പറഞ്ഞിട്ട് അതില്ല. ഇന്ന് ഞാൻ ഉണ്ട് പറഞ്ഞു പോയി. കാരണം ഇത് പേടിപ്പിക്കുന്നതായിട്ട്. ഓ അത് ശരി, പക്ഷെ മനസ്സിലാവില്ല. ഭാഷ നല്ല കൃത്യമായിട്ട് പറയണം, അത് മനസ്സിലാവില്ല. ഓ ആയിക്കോട്ടെ സാറേ, എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ സാറേ എനിക്ക് പറ്റാത്ത പരിപാടി, നമ്മളെ ഭാഷ നമ്മളെ പറയുന്ന എനിക്കറിയില്ലോ. ഞാൻ വിട്ട്. അപ്പം അസിസ്റ്റൻ്റ് നല്ല സാറേ, അത് കുറച്ചും കൂടെ പറഞ്ഞാലേ അത് രസം ഉണ്ടാവും, ഒരു ഭാഷ ഒരു ശൈലിയല്ലേ അത്. അപ്പോൾ നിയാസ് ബക്കർ പറഞ്ഞത് രസമാവും തോന്നുന്നു, ചെയ്തിട്ട് വേണ്ട നമുക്ക് ഒഴിവാക്കാമെന്നു. വീണ്ടും പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. ഞാൻ പോയി. പക്ഷെ അത് ഭയങ്കര ആൾക്കാർ. പിന്നെ മനോരമ തന്നെ വിളിക്കാൻ, ഉണ്ണിയല്ലേ, ഒരു ചെറിയ വേഷം, ഞാൻ രസമല്ലേ എറണാകുളത്ത് പോലെ ചെയ്തിട്ട്. അങ്ങനെ ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയതാണ്. പിന്നെ ഉണ്ണി അതിൻ്റെ ഒരു ഭാഗമായി. പലപ്പോഴും ഉണ്ണി തന്നെ പറയാൻ തുടങ്ങി. പിന്നെ ഈ കലോത്സവം ഒരു 6 കൊല്ലമായി ഞാൻ മാറ്റി വെച്ചു, എനിക്ക് പോകാൻ പറ്റില്ല. ഇപ്പം സിനിമയും മറിമായും പരിപാടിയെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കലോത്സവം താൽക്കാലികമായി വെച്ചു. ഇനി എപ്പം നമ്മളൊരു നാടകം ചെയ്യണോ, സ്കിറ്റ് ചെയ്യണോ, മൈമയോ ധൈര്യം ചെയ്യും. അതിൻ്റെ അതായി ഈ ഇപ്പം എങ്ങനെയുണ്ട് ജീവിതം ഇപ്പം? അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കാലം വരെ ഇപ്പോൾ ഓസ്ട്രേലിയ പോയ കഥ പറയുന്ന പോലെ ഈ നമ്മുടെ വീടും നാടും അത് അവിടുത്തെ ഒരു ജീവിതം എങ്ങനെയാണ് മാറിയത്? ഞാനേ എറണാകുളത്ത് പോവും, ആ ചെയ്യും, ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്ന നാട്ടിലേക്ക് വരും. എനിക്ക് വർക്കിനവിടെ പോവും, അവിടെ താമസിക്കും. ഇന്ന് 2 ദിവസം ഇല്ല, അപ്പം അന്ന് രാത്രി തന്നെ ഞാൻ കയറും. അതിന് കറക്റ്റായിട്ട് എനിക്ക് ടീമുണ്ട്, വിളിച്ചാൽ ടിക്കറ്റ് തരുന്ന സ്ലീപ്പർ ബസ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആക്കി എടുത്തിട്ട് ഞാൻ വരും. എനിക്കിഷ്ടമാണ്. അപ്പം പല നമ്മളെ തൊഴിലിൻ്റെ ഭാഗമായില്ലേ. പക്ഷേ നാട് വീട് അങ്ങനെ എൻ്റെ ഒരു അമ്പലം അങ്ങനെയല്ലല്ലോ ഒരു. അതാണ് ഈ ആളുകൾ ഈ അവസരങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സജീവമായിട്ട് നിൽക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് താമസം മാറുന്ന കാലത്തും നമ്മൾ ചെറുവത്തൂരുകാരനും അല്ലേ കാസർഗോഡുകാരനുമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. കറക്റ്റ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അതിൻ്റെ സ്പേസ് ഉണ്ട്. നമ്മൾ ഇവിടെ ലോകത്തിൻ്റെ ഏത് മൂലക്കുന്ന നമ്മൾ അത് വിളിക്കും, നമ്മൾ ആ ക്യാരക്ടർ വിളിക്കും, നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും ഞാൻ നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, കുറേ സുഹൃത്തുക്കളെല്ലാം ഉണ്ടാവും, നമ്മൾ ആടുന്ന് പരിചയപ്പെടുന്ന വർഷങ്ങളായിട്ട് അവിടെ നിൽക്കും. അവരോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും നിന്നാൽ മതി, നമ്മളിനി പോരാടുക അല്ലെങ്കിൽ ചെയ്യാനൊരു ഇതുണ്ടാക്കുക, അത് നമ്മളെ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് അഭിനയിപ്പിച്ചിട്ട് നമുക്കിത് എവിടെ നിന്നാലും ഏത് നാടും അതിന് യോജിക്കുന്ന മണ്ണ് തന്നെയാണ്.
കേരളത്തിൽ ഈ എറണാകുളത്ത് തന്നെ വേണ്ട, തിരുവനന്തപുരത്ത് നിൽക്കണ്ട, അവിടെയാണല്ലോ മെയിനായിട്ട്. എവിടെ നിന്നാലും നമുക്ക് നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുന്നു വിശ്വസിക്കണ്ടേ ഞാൻ. അതന്നെയാണ് എൻ്റെ യാത്ര. ഈ റിവൈൻഡ് ചെയ്ത് നോക്കാറുണ്ടോ? അതായത് നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കാറുണ്ടോ? നമ്മളിപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കിടക്കുമ്പോൾ ഭഗവാനെ നമ്മളത് എവിടെ നിന്നാണ് വന്നത്, അങ്ങനൊരു ഓർമ്മയില്ല. എന്നും ഓർമ്മയിലാണ്. അതന്നെയാണ് എൻ്റെ യാത്ര. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. കാരണം ഞാൻ നമ്മളൊരു വന്ന ഒരു ജീവിതമുണ്ട്. അച്ഛൻ, അമ്മ, അനിയത്തി, ഏച്ചി 10ാം ക്ലാസ് കഴിഞ്ഞാട് കൂലിപ്പണിക്ക് പോയിന്. കാരണം പ്രീ ഡിഗ്രി പോകാൻ അന്ന് നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ പൈസ വേണം. പേര കോളേജാണ്. പേര കോളേജ് വലിയ സംഭവമാണ്. ഇത് രണ്ടും ഇല്ലാത്തതിൻ്റെ ഗ്യാപ്പിൽ പണിക്ക് പോയി. അങ്ങനെയുണ്ടല്ലോ, ഒരു പീടിയിൽ പണിക്കുന്ന ജീവിതം മുഴുവനായിട്ടുള്ളൂ ആവുമെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. ഇങ്ങനെ റൂട്ടിലേക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചു. അങ്ങനെയുണ്ടല്ലോ, നമുക്ക് അന്ന് ഞാൻ കൊണ്ടുവന്ന് 10 രൂപയാണ് ഒരു ദിവസം ശമ്പളം. ആ കിട്ടുന്ന ആഴ്ചക്ക് 70 റുപ്യ കിട്ടും. അപ്പോൾ ഒരു ദിവസം ലീവും കിട്ടും, വെള്ളിയാഴ്ച ലീവ്. അപ്പോൾ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പം അനിയത്തിയും പഠിക്കും, ഏച്ചിയും പഠിക്കും. അപ്പം ഞാൻ പഠിക്കുമായിട്ട് അങ്ങനെ കിട്ടും. അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകും. അതിൻ്റെ ഇടയിൽ കുറേ 2 കൊല്ലം ഞാൻ പീടിയ മതിയാക്കി ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. 2 കൊല്ലം പഠിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൈക്കോട്ട് പണി, നാടൻ പണി, വാർപ്പണി, തേപ്പണി, എന്താ പണിയെന്ന് അറിയില്ല. ആ പണിക്കെല്ലാം എടുക്കും. അങ്ങനെ ചെറിയ പൈസ എല്ലാം കിട്ടുമ്പോൾ ജീവിതം കുഴപ്പമില്ല. സിനിമക്ക് കൊണ്ട് പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനെ കലോത്സവം പോകുമ്പോൾ അങ്ങനെ ഒരു യാത്ര. 20 കൊല്ലം തുടർച്ചയായി സ്റ്റേറ്റ് സമ്മാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയും കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ശിഷ്യന്മാരുണ്ട്, എത്ര ആയിരക്കണക്കിനുണ്ട്, എത്ര കൊല്ലമായിട്ട്. അപ്പം ഇപ്പം നമ്മൾ ഈ റൂട്ടിലേക്ക് വരുമ്പോൾ പലരും വിളിക്കും. കുട്ടികളെ, മുതിർന്ന കുട്ടികളായി, അവർക്ക് കുട്ടികളായി. ഉണ്ണിമാഷേ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് അഭിമാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ആർട്ടിസ്റ്റിനും ഈ സാധനം കിട്ടണമെന്നില്ല, കിട്ടുമോ? ഇപ്പോൾ ഒരു സിനിമയിലൊക്കെ മാത്രം ആലോചിച്ച് വന്ന് ആക്കൊന്നും ഇങ്ങനെ കിട്ടുമോ? ഈ ഒരു അനുഭവം എനിക്ക് സന്തോഷമാണ്. കാരണം ഈ എല്ലാ സ്കൂളിലും കേരളത്തിലെ എല്ലാ ജില്ലകളും 14 ജില്ലകളും പോയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും സന്തോഷത്തിനാണ്. ഇപ്പോൾ എങ്ങനെയാണ് കുടുംബം, എങ്ങനെ ഒരു വീട്ടിലിറക്കുന്നുണ്ട്? ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഭാര്യ, പിന്നെ 2 കുട്ടികൾ. ഒരുത്തൻ ഡിഗ്രി പഠിക്കുന്നത് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം BA 3rd ഇയർ. ഒരു മോൻ കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, അത് ഞാൻ പഠിച്ച സ്കൂൾ തന്നെ. അവിടെ ഓൻ പിന്നെ ഈ കൊല്ലം 9ൽ. 2 മക്കൾ. പിന്നെ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചു 6 കൊല്ലമായി. പിന്നെ ഏച്ചി ഉണ്ട്, അനിയത്തിയുണ്ട്, എല്ലാവരും ഉണ്ട്, കുടുംബമുണ്ട്. മതിലുകളില്ലാത്ത വീടാണ് നമുക്ക്. ഒരു വീട്ടിലാണ് ഇപ്പവും ചോറാക്കുന്നത്. ആ വീടിന് അപ്പുറം പറച്ച് കൊണ്ടുപോകും, ഇപ്പുറം കറിയാക്കും. ഇന്നും നടക്കുന്ന കാര്യം. വേറെ ഉണ്ടോ എനിക്കറിയില്ല. ഇങ്ങനൊരു സംഭവമുണ്ട് എൻ്റെ വീട്ടിൽ. അങ്ങനെ സംഭവമുണ്ട്. ഒന്നും അമ്മയുടെ അടുത്ത് പറയാം. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ കിടക്കട്ടെ, ആര് സാധനം മേടിക്കാം, ആർക്കും മേടിക്കാം, കൊടുക്കാം, തിരിക്കാം, ഒന്നും വിഷയമല്ല. അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മളെ വീട്ടിൽ ഇപ്പോൾ വന്നാൽ മനസ്സിലായിരുന്നു. ഞാൻ ഇപ്പോൾ കണ്ടിരുന്നു. ഈ അപ്പം ഈ അത്യാവശ്യം സമ്പാദ്യമൊക്കെ കൊണ്ട് വീടൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്ന കുറച്ച് പരിപാടി, പുറത്തൊക്കെ വിദേശത്തൊക്കെ പോകാൻ സമയത്ത് കുറച്ച് പൈസ ഇട്ട് ഞാൻ ചെറിയ വീടുണ്ടായത്, ഒരു മുറി ഉണ്ടായത്, കുറച്ച് മാറ്റം വരുത്തി വീടെല്ലാം ആക്കി. കുഴപ്പമില്ല, അങ്ങനെ കടങ്ങളൊന്നുമില്ല. യാത്ര അങ്ങനെ ഇങ്ങനെ പോവും, കുഴപ്പമില്ലാണ്ട്. അങ്ങനത്തെ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, പക്ഷെ ഭാരമില്ല. ഭാരമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പണിയെടുക്കുന്നുണ്ട്, സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരുപാട് സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറിമായം നമ്മൾ സ്ഥിരം പരിപാടിയാണ്. റിവായ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുടുംബം പോലെയാണ്. അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്കൊരു കുടുംബം പോലെയാണ്. നമ്മൾ ഈ മറിമായം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതം മാറ്റിമറിച്ചൊരു ഒരു സംഭവമാണ് അല്ലേ? നമ്മുടെ ഏതോ വഴിക്ക് ഒഴുകി പോകേണ്ട ഒരു മനുഷ്യൻ, ഏതോ ഒരു സംഭവം പോകണ്ട. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാൻ പറ്റുമോ? നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതിന് നമ്മൾ കൂട്ടി TTR വേണം അതിൻ്റെ ഉള്ളിൽ ഇരിക്കും. അങ്ങനെ സംഭവിക്കില്ല. കണ്ണൂരിലെ ഞാൻ എങ്ങനെ ഉറക്കം നോക്കിക്കൊണ്ട് ഫോട്ടോ എല്ലാം പോകും. ഉണ്ണി മറിമായം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ. ട്രെയിനിൽ അങ്ങനെയുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ, ഗൾഫിലെല്ലാം പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നാടൻ മലയാളികൾ നമ്മളറിയാലോ. ഇപ്പോൾ നമ്മളിപ്പം ദുബായിലെല്ലാം ഇങ്ങനെ പോകുമ്പോൾ, നമ്മൾ സുഹൃത്തുക്കൾ പോകുമ്പോൾ കാണാം അപ്പോൾ ഹോട്ടലിൽ നിന്നെല്ലാം ആൾക്കാർ. അവിടെ കൂടുതലും മലയാളികൾ ഹോട്ടൽ നടത്തുന്നുണ്ട്, ബിസിനസ്. നമ്മളെ കൂട്ടി കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമാണ്. നമ്മൾ ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. ഒരുപാട് ആർട്ടിസ്റ്റ്, നമ്മൾ വലിയ ആക്ടറൊന്നുമല്ല, പക്ഷെ അവർക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമാണ്. അവരിൽ ഒരാളെ പോലെ കാണല്. അതാണ് എൻ്റെ ഒരു ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് പോലെ. അവരെ ഉണ്ണി അവരുതാ. ഉണ്ണിയടാ, ഉണ്ണിച്ചാലും വിളിക്കും. മലപ്പുറം ഭയങ്കര സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും പറയില്ല. 7 ജില്ലയിൽ എനിക്ക് ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. രജിസ്റ്റർ ചെയ്ത ഫാൻസ് ഗ്രൂപ്പിലെ ആളാണ് ഞാൻ. ആരോ പറയല, അത് എല്ലാവരും കേട്ടുമല്ലേ. അതുകൊണ്ട് ചാനല് വലിയ ഒരു ഭയങ്കര സന്തോഷം. നമുക്കതെല്ലാം നാണക്കേടാവില്ല. നല്ല നമ്മളങ്ങനെ അല്ലല്ലോ. ഈ കാസർഗോഡ് ജില്ലയിൽ ഏഷ്യം ആ ഗ്രൂപ്പിൽ 600 ചില്ലറ ആൾക്കാരുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, കൊല്ലം, ഇങ്ങനെ ഗ്രൂപ്പുണ്ട്.
അവർക്ക് ഇത് വലിയ ഫംഗ്ഷനൊക്കെ നടത്തും. ഒരു വർഷം വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് വലിയ വലിയ ഫംഗ്ഷൻ പുറത്തൊക്കെ ആൾക്കാരെ വന്നിട്ട് ആഘോഷമാണ്. അവരെ പാട്ടും പരിപാടിയൊക്കെ സജീവമാണ്. അതിൻ്റെ രാജേഷ് ദീഷ് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, ഭയങ്കര സജീവമാണ്. അപ്പോൾ നമ്മളിലൊരു ഒരു പരിപാടിയിൽ അവർ ആഘോഷമാക്കും. ഇപ്പോൾ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത അവീത് ഒരു പ്രധാന വേഷം ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിരുന്നു. അത് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ അത് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആക്ടർക്ക് നോമിനേഷൻ എനിക്കുണ്ട്. അതിൻ്റെ ഒരു നോമിനേഷൻ ഇല്ലാണ് ഞാൻ, അത് ഭയങ്കര സന്തോഷമായിരുന്നു. അതിൽ പിന്നെ കോമഡി ആക്ടർ സെക്ഷനിൽ അജു വർഗീസ്, ചന്തു, അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ ഉണ്ണിരാജ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയിലോട്ട് ഇത് കണ്ടു. അപ്പോൾ അവരയച്ചു നിങ്ങൾ നോമിനേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. യാത്രയിൽ കുറിച്ചൊന്നും തന്നെയാണ്. ഈ എന്താണ് ആളുകളോട്, ഈ മനുഷ്യന്മാരോട്, സ്നേഹിക്കുന്ന ആൾക്കാരോട്, സ്ക്രീനിൽ കാണുന്നവരോട്, അഭിനന്ദിക്കുന്നവരോട്, കൂടെ ചേർന്ന് നിൽക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത് എന്ന് പറയുന്നത് സ്നേഹം, സൗഹൃദം, ബന്ധങ്ങൾ, ജാതിയും മതമൊന്നും ഇല്ല. അതിനപ്പുറമാണ് മനുഷ്യന്മാർ. ഇതിപ്പം ഓണക്കാലമാണ്. ഓണം എന്ന് പറഞ്ഞാൽ, തിരുവോണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിൽ ഒന്നുപോലെയാണ്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊടിവചനം. മാത്രമല്ല ജാതിയുടെ മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ ലോകത്തേടെ മലയാളികളുണ്ടെങ്കിലും ഓണം ആഘോഷിക്കും. നാട്ടിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ ആടെ ആഘോഷിക്കും. ഈ ഓണക്കാലം എന്ന പ്രകൃതിയുടെയും കൂടെ ഒരു കാലമാണ്. പ്രകൃതിയുടെ പച്ചപ്പ്, പൂക്കൾ, സംഭവങ്ങൾ മനസ്സിന് സന്തോഷം തരുന്ന. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം, അപ്പം തിരുവോണം. അപ്പോൾ ആളുകളുടെ സ്നേഹങ്ങളും ബന്ധങ്ങളും സൗഹൃദങ്ങളും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന പണ്ട് ഏതോ ഒരു കാലത്ത് ഉണ്ടാക്കിയ ഒരു സംഭവം, ഒരു സംഭവം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു കൂടും. ക്ലബ്ബുകൾ, വായനശാലകൾ, സ്കൂളുകൾ, പിന്നെ ഓഫീസുകൾ, എല്ലായിടത്തും ഓണം ആഘോഷിക്കും. ഓണം ഫംഗ്ഷൻ ഉണ്ടാക്കും. അപ്പം ലോക മലയാളികളുടെ സ്നേഹബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന, ശക്തി കൊടുക്കുന്ന ഒരാഘോഷം അതെന്നും ഉണ്ടാവണം, അതെപ്പോഴും ഉണ്ടാവണം. അതിനോടൊപ്പം യാത്ര ചെയ്യാം. ഓരോ കാലത്ത് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഉണ്ടാവില്ല. ഇല്ലത്തോളം കാലം അത് അതിനൊരു കളർ കൊടുക്കാതെ, ഏതെങ്കിലും കൊടിയുടെ കളർ കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ജാതി മതത്തിൻ്റെ വേറെ സംഭവം കൊടുക്കാണ്ട് മനുഷ്യർ സാധാരണ നന്മയുള്ള മനുഷ്യന്മാരാണ്. എല്ലാം തിന്മ ആയി പോകുന്നതാണ്. അല്ലെങ്കിൽ ആരും ജനിക്കുന്ന അല്ലേ. അപ്പോൾ നന്മയോടെ ഉണ്ടാവട്ടെ, ചിരിച്ചുകൊണ്ട് എല്ലാവരോടും നേരിട്ടെ, സ്നേഹത്തോടെ. അതാണ്. അപ്പോൾ ഇത്രയേറെ മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുമ്പോഴും ഒരു സാധാരണ മനുഷ്യരായി തുടരുക എന്നുള്ളൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെയുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഉണ്ണി സ്നേഹസമ്പന്നനാണ്. ആ കാര്യത്തിൽ അതീവ സമ്പന്നനാണ്. ഓണാശംസകൾ. ഒരുപാട് സ്നേഹം എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും, ന്യൂസ് കേരളയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ ഓണാശംസകൾ നേരുന്നു.